നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ്. നാട്ടുമാങ്ങയാണ്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണ നമ്മുടെ പുതിയ ചട്ടിയിലാണ്. ഇത് ഞാൻ മയക്കുന്നതൊക്കെ കാണിച്ചു തരാം. നന്നായിട്ട് മയക്കിയെടുത്തതാണ്. എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് ഉണ്ടാക്കിയതാണ്. കഞ്ഞിയുടെ വെള്ളം, കുത്തിരിക്കഞ്ഞി വെള്ളം. അപ്പോൾ ഇതിനകത്തേക്ക് മാങ്ങയുടെ തൊലി മാറ്റിയിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപയോഗിക്കാം. മാമ്പഴപ്പുളിശ്ശേരിക്ക് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ, ഏകദേശം ഒരു ചെറിയ തേങ്ങയുടെ അരമുറി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നാട്ടുമാങ്ങ പഴമാണ്, അതിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇടുന്നുണ്ട്. പിന്നെ നെയ്യുണ്ട്, ശർക്കരപ്പാനിയുണ്ട്, പിന്നെ ഉലുവയുണ്ട്, കടുകുണ്ട്. അപ്പോൾ ഇത്രയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ചട്ടിയൊക്കെ റെഡിയാണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ചട്ടിയാണ്. നല്ല ചട്ടിയല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ എല്ലാവർക്കും? ബിരിയാണി പോട്ട് പോലെ ബിരിയാണി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ആദ്യം മാമ്പഴപ്പുളിശ്ശേരിയിൽ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കിത് ആദ്യം മാങ്ങയൊക്കെ തൊലി ഉരിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളങ്ങനെ മാങ്ങയുടെ തോലുരിച്ചിട്ട് അത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ ഒരു 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഉള്ളി നമ്മൾ അരയ്ക്കുന്നതിനോടൊപ്പമാണ് ഇടുന്നത്, വേണമെങ്കിൽ കീറിയിടാം. അപ്പോൾ ഇതൊന്ന് വെന്ത് പറ്റട്ടെ. അതിനുശേഷം നമുക്ക് ഒരല്പം ശർക്കര പാനി ഒഴിക്കാം. അപ്പോൾ ഇത് വെന്ത് പറ്റട്ടെ. ഉപ്പ് പിന്നീടിടാം. ഇതിലേക്ക് ഞാൻ 2 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ചേർക്കാം. ഏകദേശം തിളച്ച് വരാൻ പോകുന്നപ്പോഴേക്കും. അപ്പോൾ ഇത് തിളയ്ക്കട്ടെ, വേകട്ടെ, അടിപ്പിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അരച്ചെടുക്കാം. മിക്സി നന്നായിട്ട് അരയണം. അതായത് ഇതിനകത്ത് തേങ്ങായ, ഉള്ളി, പിന്നെ ചെറിയ ജീരകം കൂടെ അല്പം ഇടാം. പിന്നെ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ചെറിയ ജീരകം കൂടി ഇട്ടു. ചുമ്മാ തേങ്ങ മാത്രം അരച്ചതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് വേണം. ഉള്ളിയും ഈ ജീരകമൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മളിത് അരയ്ക്കുന്നത്. അപ്പം പിന്നെ അത്യാവശ്യം എരിവും വേണം. അതുകൊണ്ട് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചു. ഇനി ഇതിലേക്ക് ഒരു അല്പം ശർക്കര പാനി വയ്ക്കും. ഒത്തിരി വേണ്ട, മധുരിക്കും. ഓൾറെഡി നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പം ഇത്തരത്തിൽ കിടന്ന് ഒന്ന് കുറുകട്ടെ. എന്നിട്ട് നമ്മുടെ തേങ്ങ അരച്ചൊന്ന് ഇടാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. മുളകിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതാണ് ഞാൻ ഇവിടെ അരച്ച് വെച്ചത്. നല്ലതായിട്ട് അരയണം. അധികം തരിയൊന്നും ഇല്ലാതെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇനി ഇത് അരഞ്ഞതും കൂടെ ഇത് വെന്ത് കുറുകി വരുമ്പോൾ നമ്മുടെ മാങ്ങ വെന്ത് കുറുകി വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഒഴിക്കണം. പിന്നെ ലാസ്റ്റ് തൈര് ഒഴിച്ചിട്ട് താളിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാമ്പഴം എല്ലാം ശർക്കരയിലൊന്ന് കുറുകി വറ്റി വന്നു. അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരത്തേക്ക് തീ ഓഫ് ചെയ്തിടാം. അല്ല, ഇത് തിളച്ചു പോകും. അതിലേക്ക് ഇത് തേങ്ങ അരച്ചത് അങ്ങോട്ടിടാം. അതിനുശേഷം അതൊന്ന് കഴുകി. അപ്പോൾ ഇതിലേക്ക് തേങ്ങ എല്ലാം ഒഴിച്ചു, അരച്ചത് ഒഴിച്ചു. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം. മതിയാവും. നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യണം. ഇനിയും നമുക്ക് താളിച്ചിടാം. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് കടുകും ഉലുവയും 2 ഉള്ളിയും കൂടെ താളിച്ചിടാം. കടുക് താളിക്കാൻ പോകണം. അപ്പോൾ അതിനകത്തേക്ക് ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, പിന്നെ അല്പം നെയ്യും ഉപയോഗിക്കാം. പിന്നെ അറ്റിമുളക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരല്പം കടുകും ഉലുവയും കൂടിയിട്ട് പൊട്ടിച്ചിട്ട് അതിന് നമുക്ക് നമ്മുടെ കറിയിലേക്ക് വയ്ക്കാം. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു കളറിന് ഇത് താളിച്ചിട്ടുണ്ട്. നമ്മൾ കടുക്, ഉലുവ, ജീരകം കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വറ്റൽമുളക് മൂപ്പിച്ച് ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടു. അത് ഇനി അധികം നോക്കണ്ട. ഇത് നമുക്കിത് നേരെ ഇതിനകത്തേക്ക് ഒഴിക്കാം. മാമ്പഴപ്പുളിശ്ശേരി ഇതാണ് റെഡിയായിട്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഒഴിച്ചിട്ട് ഉടനെ അങ്ങ് അടച്ചു വെക്കണം.
ഇതിൻ്റെ മണമൊക്കെയാണ് പോകുന്നത്. അടച്ചു വെക്കാം. അപ്പോൾ അത്രയും നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. ഇതാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? പിന്നെ നമുക്ക് ഇന്ന് പരിപ്പ് കറി ഉണ്ട്, പിന്നെ ചിക്കൻ വറുത്തരച്ച കറിയുണ്ട്.